വചനം തിരുവചനം. ഈശോയിലെ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, കർത്താവ് നമ്മെ എല്ലാവരും വിളിക്കുന്നത് ആനന്ദത്തിലേക്കാണ്. ആനന്ദം കർത്താവ് നൽകുന്ന വലിയ ഒരു അഭിഷേകവും സമ്മാനവുമാണ്. കർത്താവിൻ്റെ വചനത്തിൽ ആനന്ദം അനുഭവിച്ചവരാണ് വിശുദ്ധാത്മാക്കൾ. കർത്താവിൻ്റെ വചനത്തിൽ ആനന്ദം അനുഭവിച്ച, കർത്താവിൻ്റെ ഇഷ്ടങ്ങളിൽ ആനന്ദം അനുഭവിച്ച വിശുദ്ധാത്മാക്കൾ. ഈ സമയം കർത്താവിൻ്റെ വചനത്തിലൂടെ നമുക്ക് ഒന്ന് പ്രവേശിച്ച് കർത്താവിൻ്റെ വലിയ ആനന്ദത്തിലേക്ക് കർത്താവ് നമ്മളെ ഇൻവൈറ്റ് ചെയ്യുന്നത്, ക്ഷണിക്കുന്നത് നമുക്ക് അനുഭവിക്കാം. ഈ സമയം തന്നെ കർത്താവിൻ്റെ ശുശ്രൂഷയുടെ വലിയ അഭിഷേകം വഴിയായി, വചനത്തിൻ്റെ വലിയ ശക്തി വഴിയായി ഇത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും കർത്താവ് ആനന്ദത്തിൻ്റെ വലിയ രഹസ്യം വെളിപ്പെടുത്തി തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമുക്കൊരു നിമിഷം അപേക്ഷിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, നീ ഞങ്ങളെ വിളിച്ചിരിക്കുന്നത് ആനന്ദത്തിലേക്കാണ്. നിൻ്റെ വചനം ഞങ്ങളോട് പറയുന്നു, ഞാൻ ഇവയെല്ലാം നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാൻ വേണ്ടിയാണ്. എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാൻ വേണ്ടിയാണ്. കർത്താവിൻ്റെ വചനം എന്നെ ആനന്ദത്തിലേക്ക് നയിക്കുന്ന വലിയ രഹസ്യമാണ്. കർത്താവെ, ഈ അഭിഷേകം ഈ സമയം തന്നെ, കർത്താവിൻ്റെ വചനം കേൾക്കുന്ന ഈ നിമിഷം തന്നെ, കർത്താവെ, നീ എന്നെ വിളിച്ചിരിക്കുന്നത് ആനന്ദത്തിലേക്കാണെന്നുള്ള വലിയ സത്യത്തിൽ കർത്താവെ ആ അഭിഷേകം നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ഈ സമയം യാചിക്കുകയാണ്. അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സഹോദരങ്ങളെ, കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത് ആനന്ദത്തിലേക്കാണ്, ആനന്ദത്തിലേക്കാണ്, സന്തോഷത്തിലേക്കാണ്, സമാധാനത്തിലേക്കാണ്. കർത്താവിൻ്റെ വചനം പറയുന്നില്ലേ, ഇതാ ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകുന്നു, ഇത് ലോകം നൽകുന്നത് പോലെയല്ല, നിങ്ങളിൽ നിന്ന് ഇത് ആരും എടുത്ത് കളയുകയില്ല. വലിയ സന്തോഷത്തിലേക്ക്, ആനന്ദത്തിലേക്ക് കർത്താവ് നമ്മൾ വിളിക്കുന്നു. ദൈവരാജ്യം എന്നാൽ പൗലോസ്ലീഹ പറയുന്നു, ഭക്ഷണവും പാനീയവുമല്ല, പരിശുദ്ധാത്മാവിലുള്ള ആനന്ദമാണ്. പിന്നെ എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ വിഷമിച്ച് കഴിയുന്നത്? എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ദുഃഖിച്ച് കഴിയുന്നത്? പൗലോസ്ലീഹ പറയുന്നുണ്ട്, പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിച്ച് കരയരുത്. പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ പിന്നെ എന്താ നമ്മൾ ചെയ്യേണ്ടത്? എന്താണ് ആനന്ദത്തിലേക്കുള്ള എൻ്റെ വഴി? എന്താണ് കർത്താവ് എനിക്ക് പറഞ്ഞു തരുന്നത്? എന്താണ്? ഫിലിപ്പിയർക്കുള്ള ലേഖനത്തിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. ഫിലിപ്പിയർക്കുള്ള ലേഖനം 4-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം ഓർത്തിരിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഫിലിപ്പിയർ 4:4 കർത്താവ് പറയുന്നു, നിങ്ങൾ എപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ. നിങ്ങൾ എപ്പോഴും, കുറച്ച് സമയമല്ല, ഏതാനും നിമിഷങ്ങളുമല്ല. നിങ്ങൾ ചിലപ്പോൾ കർത്താവിൽ സന്തോഷിക്കുവിൻ, ചിലപ്പോൾ കർത്താവിൽ ദുഃഖിക്കുവിൻ എന്നുമല്ല. വചനം ശ്രദ്ധിക്കുക. കർത്താവിന് വചനം പറയുന്നു, നിങ്ങൾ എപ്പോഴും, എല്ലാ സമയവും കർത്താവിൽ സന്തോഷിക്കുവിൻ. പൗലോസ്ലീഹ വീണ്ടും പറയുകയാണ്, ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾ സന്തോഷിക്കുവിൻ. അപ്പോൾ ഈ വീണ്ടും പറയുന്നു നിങ്ങൾ സന്തോഷിക്കുമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്കൊരു ചിന്ത വന്നു, കർത്താവേ, ഇത് ഭയങ്കര ഒരു വചനമാണല്ലോ, ഇത് ഭയങ്കര ഒരു വചനമാണ്. കാരണം എപ്പോഴും അങ്ങനെ സന്തോഷിക്കാൻ പറ്റണില്ലല്ലോ. എപ്പോഴും ഇങ്ങനെ സന്തോഷിക്കുക എളുപ്പമാണോ കർത്താവ്? ഈ വചനം എപ്പോഴും സന്തോഷിക്കുന്നത് എങ്ങനെ? വേറൊരാൾ നമ്മളെ ചീത്ത പറയുമ്പോൾ, ജീവിതത്തിലൊരു മരണം ഉണ്ടാകും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ. എൻ്റെ അപ്പച്ചൻ ഈ അടുത്ത് മരിച്ചുപോയി. എങ്ങനെയാണ് ഞാൻ എപ്പോഴും സന്തോഷിക്കുന്നത്? എനിക്ക് വിഷമവും ദുഃഖമൊക്കെ ഉണ്ടാവില്ലേ? അതല്ല, ജീവിതത്തിലൊരു തിരിച്ചടി ഉണ്ടാകുമ്പോൾ, ഒരു തോൽവി ഉണ്ടാകുമ്പോൾ എങ്ങനെ സന്തോഷിക്കണേ? ബാലി കയറാൻ മല പോലെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കയറാൻ പറ്റാത്ത അവസ്ഥകൾ, അതിജീവിക്കാൻ പറ്റാത്ത അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ എങ്ങനെ ഞാൻ സന്തോഷിക്കുന്നത്? ശരിക്കും എപ്പോഴും സന്തോഷിക്കാൻ പറ്റുമോ? നമുക്കറിയാം, കർത്താവിൻ്റെ വചനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ യാതൊരു മാറ്റവും ഇല്ല എന്ന് നമുക്കറിയാം. കർത്താവ് പറയാണ്, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ സംഭവിക്കും. ഒരു സന്യാസിയുടെ ശ്രേഷ്ഠൻ വേറെ സന്യാസിയോട് പറഞ്ഞു, വൃദ്ധനാണ് ആ സന്യാസി,
പ്രായം കുറേയുണ്ട്. ആ സന്യാസിയുടെ അടുത്ത് പറഞ്ഞു, ഒരു ശിക്ഷയായിട്ട് പറഞ്ഞു, നീ എല്ലാവരും ഭക്ഷണം കഴിക്കുന്നവരെ ഭക്ഷണമേശയുടെ നടുവിൽ വന്ന്, ഇപ്പോൾ വട്ടത്തിലാണ് അവരിന്ന് ഭക്ഷണം കഴിക്കണേ, അതിൻ്റെ നടുവിൽ വന്ന് നീ വെറുതെ നിൽക്കണം. ഞാൻ ആലോചിക്കുകയായിരുന്നു, ഈ സന്യാസി തന്നേക്കാൾ പ്രായമുള്ള ഒരാൾക്ക് ഇങ്ങനെ ഒരു ശിക്ഷണ നടപടി കൊടുത്തപ്പോൾ ആ സന്യാസിക്ക് എങ്ങനെ സന്തോഷിക്കാൻ പറ്റുക? ഉള്ളിൽ സാധാരണ നിലയ്ക്ക് എന്താ വരാ, ഒരു അപമാനഭാരം. എന്നാലും അവൻ അങ്ങനെ എന്നോട് പറഞ്ഞല്ലോ, എന്നേക്കാൾ പ്രായം കുറവല്ലേ, എന്തിനാണ് അവനത് ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടത് എന്നൊക്കെ തോന്നാം. സഹോദരങ്ങളെ, അമ്മ ത്രേസ്യയ്ക്ക് ദൈവം ഒരു വെളിപാട് കൊടുക്കുകയാണ്. 3 കോൺവെൻറ്റുകൾ സ്ഥാപിക്കണം പല സ്ഥലങ്ങളിലായിട്ട്. അങ്ങനെ മാഡ്രിഡിലാണെന്ന് തോന്നുന്നു. അമ്മ ത്രേസ്യയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു കോൺവെൻറ്റ് സ്ഥാപിക്കണം എന്നുള്ളത്. പക്ഷെ അമ്മ ത്രേസ്യ ആ കോൺവെൻറ്റ് സ്ഥാപിക്കാനായിട്ട് സാധിച്ചില്ല. അമ്മ ത്രേസ്യയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നു. പല ബ്ലോക്കുകൾ അമ്മ ത്രേസ്യയുടെ മുമ്പിൽ വന്നു. പക്ഷേ ഈശോ പറഞ്ഞു, നീ സ്ഥാപിക്കണം എന്ന് ഈശോ ആവശ്യപ്പെട്ടിരുന്നു. ആ സമയത്ത് എങ്ങനെയാണ് അമ്മ ത്രേസ്യയ്ക്ക് സന്തോഷിക്കാൻ പറ്റിയോ? എങ്ങനെയാണ് അമ്മ ത്രേസ്യ സന്തോഷത്തിലേക്ക് നടന്നു നീങ്ങിയത്? വലിയ ആനന്ദത്തിൻ്റെ മധ്യസ്ഥയാണ് വിശുദ്ധ അമ്മ ത്രേസ്യ. ഫ്രാൻസിസ് മാർപ്പാപ്പ ഈയിടയ്ക്ക് സഹോദരങ്ങളെ, ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു, സുവിശേഷത്തിൻ്റെ ആനന്ദം എന്ന് പറഞ്ഞിട്ട് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ പ്രബോധനം, സുവിശേഷത്തിൻ്റെ ജോയ് ഓഫ് ദ ഗോസ്പൽ, വലിയ ആനന്ദത്തിൻ്റെ സുവിശേഷമായിട്ട് പരിശുദ്ധ പിതാവ് അവതരിപ്പിക്കുകയാണ്. ആനന്ദമാണ് ഇതിന് വലിയൊരു രഹസ്യമാണ്. അപ്പം എങ്ങനെയാണ് ഇങ്ങനെ ബുദ്ധിമുട്ടുള്ള സമയത്ത് നമുക്ക് ആനന്ദിക്കാൻ പറ്റുന്നത്? ഇപ്പോൾ പൗലോസ്ലീഹ അല്ലേ ഈ കാര്യം നമ്മുടെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ പൗലോസ്ലീഹ എന്ത് ചെയ്തു എന്ന് നമുക്കൊന്ന് നോക്കാം. പൗലോസ്ലീഹ എന്താണ് ഈ രഹസ്യം നമുക്ക് പറഞ്ഞു തരുന്നത്? പറയാ, നിങ്ങളുടെ ക്ഷമാശീലം എല്ലാവരും അറിയട്ടെ, ഒന്നിനെക്കുറിച്ച് നിങ്ങൾ ആകുലപ്പെടേണ്ട, പ്രാർത്ഥനയിലൂടെ. അപ്പോൾ ഈ രഹസ്യം പതുക്കെ വെളിപ്പെടുത്തി തരാണ്. അപേക്ഷയിലൂടെ, കൃതജ്ഞതാ സ്തോത്രങ്ങളിലൂടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. ഇപ്പോൾ സന്തോഷിക്കാനുള്ള ഒരു മാർഗം പൗലോസ്ലീഹ, നീ ആകുലപ്പെടേണ്ട, നിന്റെ അപേക്ഷകൾ, നിന്റെ പ്രാർത്ഥനകൾ എല്ലാം കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ. എന്ത് പറഞ്ഞുകൊണ്ടായിരിക്കണം? നന്ദി പറഞ്ഞുകൊണ്ട് ആണ്. കർത്താവ് യേശുവേ നന്ദി എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതിൻ്റെ വലിയൊരു ശക്തി അതാണ്. കൃതജ്ഞതാ സ്തോത്രങ്ങളിലൂടെ നിങ്ങളുടെ യാചനകൾ, നീ യാചിക്കുകയാണെങ്കിലും നന്ദി പറഞ്ഞുകൊണ്ട് യാചിക്കുക. നീ യാചിക്കുകയാണെങ്കിലും നന്ദി പറഞ്ഞുകൊണ്ട്, കർത്താവെ ഇങ്ങനെ ഒരു കുരിശ് തന്നതിന് നന്ദി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിനോട് യാചിക്കുക, കർത്താവിനോട് പ്രാർത്ഥിക്കുക, അപേക്ഷിക്കുക. ആനന്ദത്തിൻ്റെ കുറുക്കുവഴിയാണ്. അപ്പോൾ എന്താ സംഭവിക്കുക? അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വചനം പറയാണ്. നമ്മുടെ എല്ലാ ധാരണകളെയും നമ്മൾ നന്ദി പറഞ്ഞൊക്കെ പ്രാർത്ഥിക്കണം കേട്ടോ, ഏത് വിഷമത്തിൻ്റെ ഇടയിലാണെങ്കിലും. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണകളെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും, നമ്മുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും, ചിന്തിച്ച് ഉറങ്ങാൻ പറ്റുന്നില്ല അച്ചു, ഗുളിക കഴിക്കേണ്ട അച്ചു എന്ന് പറയുന്ന സഹോദരൻ, ചിലപ്പോൾ ഗുളിക കഴിക്കേണ്ടി വരും കേട്ടോ, അതൊന്നും തെറ്റൊന്നുമല്ല, അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, ഗുളിക കഴിക്കുന്നതെല്ലാം മോശമാണെന്ന് ഒരിക്കലും പറയാനും സാധിക്കുകയില്ല. എങ്കിലും സഹോദരങ്ങളെ, ഇവിടെ വചനം പറയാൻ, നിങ്ങളുടെ ചിന്തകളെയും യേശു ക്രിസ്തുവിൽ കാത്തുകൊള്ളും. എല്ലാ ധാരണകളെയും അതിലംഘിക്കുന്ന, നമ്മൾ ഇതുവരെ എന്തൊക്കെ സമാധാനം, സന്തോഷം എന്ന് പറഞ്ഞ് ധരിച്ചു വെച്ചിട്ടുണ്ടോ, നമ്മൾ എന്തൊക്കെ ധാരണകൾ നമ്മുടെ ഉള്ളിൽ വെച്ചിട്ടുണ്ടോ, ആ ധാരണകളെ ഒക്കെ അതിലംഘിക്കുന്ന ഒരു സമാധാനം നിൻ്റെ ചിന്തയിൽ വരും. നിൻ്റെ ചിന്തയിൽ ആ സമാധാനം വരും, നിൻ്റെ ഹൃദയത്തിൽ ആ സമാധാനം വരും. എങ്ങനെയാ അപ്പോൾ മുഴുവൻ സമയവും കർത്താവിൽ ആനന്ദിക്കുന്നതെന്ന് പൗലോസ്ലീഹ വെളിപ്പെടുത്തി തരികയാണ്. സഹോദരങ്ങളെ, നെഹമിയ എന്ന് പറയുന്ന സഹോദരൻ്റെ പുസ്തകത്തിലേക്ക് നമുക്കൊന്ന് പോകാം. നെഹമിയ എന്ന് പറയുന്ന സഹോദരൻ കർത്താവിൻ്റെ വലിയ ഒരു ഭക്തനായിരുന്നു നെഹമിയ. അദ്ദേഹം അർത്താസക്സസ് രാജാവിൻ്റെ പാനപാത്ര ശുശ്രൂഷകനായിരുന്നു. രാജാവിൻ്റെ പാനപാത്ര ശുശ്രൂഷകനാകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാവ് അത്രയും ട്രസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. നമ്മൾ ഒരു ഇന്ത്യക്കാരനായ പ്രസിഡൻറ്റ് പാകിസ്ഥാൻകാരനായ ഒരാളെ തൻ്റെ പാനപാത്രവാഹകനാക്കുമോ? ആക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം, ആ പ്രസിഡൻറ്റ് എന്തുമാത്രം ഈ പാകിസ്ഥാൻകാരനായിട്ടുള്ള വ്യക്തിയെ വിശ്വസിക്കുന്നുണ്ടാവണം, അല്ലെങ്കിൽ ആക്കാൻ യാതൊരു സാധ്യതയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാനപാത്രവാഹകൻ പറയാണ്, രാജാവേ ഇതിൽ വിഷമൊന്നുമില്ല, ധൈര്യമായിട്ട് കുടിക്കാം, ഇത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാവ് അത് കുടിക്കും.
പാനപാത്രവാഹകൻ ടെസ്റ്റ് ചെയ്തിട്ടാണ് രാജാവ് കഴിക്കുക. അത്രയും വിശ്വസ്തത ആവശ്യമുള്ള ഒരു ജോലിയാണ് പാനപാത്രവാഹകൻ്റെ ജോലി. അപ്പോൾ തൻ്റെ ജനത്തെ അടിമകളാക്കിയ ഒരു രാജാവിൻ്റെ പാനപാത്ര ശുശ്രൂഷകനാണ് നെഹമിയ. അങ്ങനെയാണെങ്കിൽ ഈ രാജാവ് ഈ മനുഷ്യനെ, നെഹമിയ എന്തുമാത്രം വിശ്വസിക്കുന്നുണ്ടെന്ന് ആലോചിച്ച് നോക്കുക. അതുപോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് നെഹമിയ. വിശ്വസ്തതയുടെ കാര്യത്തിൽ ഒരു നീക്കുപോക്കില്ലാത്ത മനുഷ്യൻ. ഈ മനുഷ്യൻ എങ്ങനെയാണ് ദൈവത്തിനെ പ്രീതിപ്പെടുത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ആനന്ദത്തിലേക്ക് കടന്നതെന്ന് കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവിൻ്റെ വചനത്തിൽ ഇങ്ങനെ കാണാണ്. ഹനാനി എന്ന് പറയുന്ന നെഹമിയയുടെ സഹോദരങ്ങളാണ്, അകന്ന ബന്ധത്തിലുള്ള സഹോദരങ്ങളാണ്, ഡയറക്റ്റ് അല്ല. സഹോദരൻ ഹനാനിയും കൂട്ടുകാരും നെഹമിയെ കാണാമെന്നൊക്കെ. നെഹമിക്ക് എല്ലാ ഭക്ഷണങ്ങളും എല്ലാ സാധനങ്ങളും രാജാവ് കഴിക്കുന്നത് കിട്ടും. അവിടെ കഴിച്ച് കഴിയുന്ന സമയത്ത് പക്ഷേ നെഹമിയ പ്രാർത്ഥനയോടെയാണ് ജീവിക്കുന്നത്. വചനം വായിച്ചാൽ നമുക്കറിയാം. എത്തുന്ന സമയത്ത് നെഹമിയയുടെ അടുത്ത് വന്നിട്ട് പറയാണ്, ജെറുസലേം ദേവാലയം വളരെ കഷ്ടതയിലാണ്. പ്രവാസത്തിൽ നിന്ന് തിരിച്ചെത്തിയ യഹൂദർ കണ്ണുനീരിലാണ്, വേദനയിലാണ്, തകർച്ചയിലാണ്, വിഷമത്തിലാണ്. ജെറുസലേമിൻ്റെ മതിലിൻ്റെ പണി കഴിയാതെ ജനം മുഴുവൻ വേദനിക്കുന്നു. അഗ്നിക്കിരയാക്കി കുറേ പേരെ, കുറേ മതിലിൻ്റെ ഭാഗങ്ങൾ, കുറേ കഷ്ടതയിലാണ് സഹോദരങ്ങളെ. ഇത് ഹനാനി വന്നിട്ട് നെഹമിയയുടെ അടുത്ത് പറയുകയാണ്. നെഹമിയ സഹോദരങ്ങളെ ഇത് കേൾക്കുമ്പോൾ സാധാരണ നിലയ്ക്ക് നമ്മൾ എപ്പോഴും കർത്താവിൽ സന്തോഷിക്കുമെന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ എല്ലാ ചിന്തകളെയും നമ്മുടെ ഹൃദയങ്ങളെയും ചിന്തകളെയൊക്കെ കർത്താവിൻ്റെ സമാധാനം ക്രിസ്തുവിൽ കാത്തുകൊള്ളും എന്നാണ് വചനം പറയുന്നത്. ഇങ്ങനൊരു വാർത്ത കേട്ട ഈ സഹോദരന് ആ നിമിഷം അവൻ്റെ ഹൃദയം കർത്താവിലേക്ക് അവൻ ഉയർത്തി. വചനം പറയുന്നത് ഇങ്ങനെയാണ്, അവിടെ നിന്ന് ആ നിമിഷം അവൻ മുട്ടിന്മേൽ നിന്ന് കരങ്ങൾ ഉയർത്തി ദൈവമായ കർത്താവിനെ, സ്വർഗസ്ഥനായ കർത്താവിനെ വിളിച്ച് അപേക്ഷിച്ചു. അങ്ങനെയാണ് വചനം പറയുന്നത്. ദൈവമായ കർത്താവിനെ വിളിച്ച് അവൻ പ്രാർത്ഥിച്ചു. ഇതാണ് അവൻ്റെ സമാധാനം സഹോദരങ്ങളെ. നെഹമിയയുടെ സമാധാനം സ്വർഗസ്ഥനായ പിതാവാണ്. ആ സ്വർഗസ്ഥനായ പിതാവിനെ അപേക്ഷയിലൂടെ, പ്രാർത്ഥനയിലൂടെ, കൃതജ്ഞതാ സ്തോത്രത്തിലൂടെ അവൻ്റെ വികാര വിചാരങ്ങളെല്ലാം സ്വർഗസ്ഥനായ പിതാവിൻ്റെ പക്കലേക്ക് ഉയർത്തുകയാണ്. പല പ്രാവശ്യം സഹോദരങ്ങളെ ഈ ഒരു വചനം നമ്മൾ കേൾക്കും. എല്ലായ്പ്പോഴും സന്തോഷിക്കുമെന്ന് പറയുമ്പോൾ എപ്പോഴും ചിരിച്ചു നടക്കണം എന്ന് അർത്ഥമില്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടത് ഈ നെഹമിയ എന്ന് പറയുന്ന സഹോദരൻ്റെ വചനഭാഗം വായിക്കുന്ന ഒരു നിമിഷത്തിലാണ്. എപ്പോഴും സന്തോഷിക്കാനായിട്ട് ഒരു മനുഷ്യന് പറ്റില്ല. ജീവിതം ബുദ്ധിമുട്ടാണ്, ജീവിതം എളുപ്പമല്ല, ജീവിതം ബുദ്ധിമുട്ടാണ്. ലൈഫ് ഈസ് ഹാർഡ്. ജീവിതം വളരെ ബുദ്ധിമുട്ടാണ് സഹോദരങ്ങളെ. ചിലപ്പോൾ നമ്മൾ ഞെരുങ്ങിയായിരിക്കും മുന്നോട്ട് പോവുക. അപ്പോൾ എങ്ങനെയാണ് സന്തോഷിക്കുക? ഈ സമാധാനം, എല്ലാ ധാരണകളെയും അതിശയിക്കുന്ന സമാധാനം നിനക്ക് കിട്ടും. നീ അപേക്ഷകളിലൂടെ, സ്തോത്രങ്ങളിലൂടെ, കൃതജ്ഞതാ സ്തോത്രങ്ങളിലൂടെ നിന്റെ ഹൃദയം കർത്താവിലേക്ക് കൊടുക്കുമ്പോൾ അവിടെ ദൈവം വലിയ അടയാളങ്ങൾ നൽകി നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളും, സമാധാനത്തിൽ കാത്തുകൊള്ളും. എല്ലാ ധാരണകളെയും അതിശയിപ്പിക്കുന്ന സമാധാനം. അങ്ങനെ സഹോദരങ്ങളെ, നെഹമിയ എന്ന് പറയുന്ന ഈ മനുഷ്യൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പല പ്രാവശ്യം പ്രാർത്ഥിക്കാൻ തുടങ്ങി. മുട്ടുകുത്തി കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്താ സംഭവിച്ചെന്നറിയാവോ? ഈ രാജാവ് ഈ ഇദ്ദേഹത്തോട് ചോദിച്ചു, നിനക്ക് എന്തൊരു വിഷമം? എൻ്റെ ജനം വിഷമിച്ചു കൊണ്ടിരിക്കുക, അപ്പം ഞാനും വിഷമിക്കുക. എൻ്റെ ജനം മതിൽ പണിയാൻ കഴിയാതെ കഷ്ടപ്പെട്ട് ജീവിക്കുകയാണ്. പ്രവാസം കഴിഞ്ഞ് തിരിച്ചെത്തിയ ജനം വേദനയിൽ കഴിയുകയാണ്. രാജാവ് പറഞ്ഞു, നിനക്ക് എന്തു വേണമെങ്കിലും ചെയ്യാം, നിനക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം തരാം. അങ്ങനെ സഹോദരങ്ങളെ, കർത്താവിൻ്റെ പ്രത്യേക കൃപയാൽ നെഹമിയയ്ക്ക് ജെറുസലേമിൻ്റെ മതിലുകൾ പണിയാനുള്ള എല്ലാ രാജകീയ ഓർഡറുകളും, രാജാവിൻ്റെ ഓർഡറുകളും, അതെങ്ങനെയൊക്കെ പണിയണം അതിനുവേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും രാജാവ് ചെയ്തു കൊടുക്കുകയാണ്. നമ്മുടെ ധാരണകളെ അതിശയിപ്പിക്കുന്ന രീതിയിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. എങ്ങനെയാണെങ്കിൽ അപേക്ഷകളിലൂടെ, കൃതജ്ഞതാ സ്തോത്രങ്ങളിലൂടെ നമ്മുടെ യാചനകൾ ദൈവത്തിൻ്റെ പക്കലേക്ക് ഉയർത്തുമ്പോൾ അപ്പോൾ ദൈവം എല്ലാ ധാരണകളെയും അതിലംഘിക്കുന്ന സമാധാനം നമുക്ക് തരും. പൗലോസ്ലീഹ വീണ്ടും പറയുകയാണ് സഹോദരങ്ങളെ. പൗലോസ്ലീഹയുടെ മനോഹരമായിട്ടുള്ള വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുകയാണ്, ഞാൻ കർത്താവിൽ വളരെ സന്തോഷിക്കുന്നു. എനിക്ക് എന്തെങ്കിലും കുറവുള്ളത് കൊണ്ടല്ല ഞാനിത് പറയുന്നത്. കാരണം ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോടെ കഴിയാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലായ്പ്പോഴും സന്തോഷിക്കാനായിട്ട് പൗലോസ്ലീഹ കാണിച്ചു തരുന്ന ഒരു കുറുക്കുവഴി ഇതാണ്.
ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോടെ ജീവിക്കാൻ എനിക്കറിയാം. സഹോദരങ്ങളെ, മഴയായാലും വെയിലായാലും നമ്മൾ ചീത്ത പറയരുത് ദൈവത്തിന്. ഇന്ന് ഭയങ്കര മഴയാണല്ലോ, ഇന്ന് ഭയങ്കര വെയിലാണല്ലോ, ഇന്ന് ഭയങ്കര ചൂടാണല്ലോ, ഇന്ന് ഭയങ്കര തണുപ്പാണല്ലോ. നമ്മളൊന്നും പറയേണ്ട സഹോദരങ്ങളെ. ഇതൊന്നും നമ്മുടെ കഴിവിലുള്ള കാര്യങ്ങളല്ല, എൻ്റെയോ നിൻ്റെയോ കഴിവിലുള്ള കാര്യമല്ല. ഇന്ന് മഴ പെയ്യുന്നതും ചൂടാവുന്നതും തണുപ്പാകുന്നതും വെയിലാകുന്നതും ഒന്നും എൻ്റെ കഴിവിലുള്ളതല്ല. ഏത് അവസ്ഥയിലും സംതൃപ്തിയോടെ ഇപ്പോൾ ഉള്ളത് എന്താണോ അതിൽ സംതൃപ്തിയോടെ. എന്നിട്ട് പൗലോസ്ലീഹ പറയാ, താഴ്ന്ന നിലയിൽ ജീവിക്കാൻ എനിക്കറിയാം. നമുക്ക് എല്ലായ്പ്പോഴും സന്തോഷിക്കണമെങ്കിൽ നമ്മളൊരു കാര്യം പഠിക്കണം. എന്താണ്? താഴ്ന്ന നിലയിൽ ജീവിക്കാൻ. അപ്പോൾ മറ്റുള്ളവരൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഇവൻ്റെ ജീവിതം എന്തായി കാണുന്നത്, ഇവൻ ഇത്രയും അധപതിച്ച്, ഇവനെങ്ങനെ സാമ്പത്തികമായിട്ട് ഞെരുങ്ങി, പഠനത്തിൽ തോറ്റു, നോക്കിയാൽ ഇവനെങ്ങനെ ജീവിക്കണം. സഹോദരങ്ങളെ, നമ്മളിത് പഠിക്കണം. താഴ്ന്ന നിലയിൽ ജീവിക്കാൻ എനിക്കറിയാം എന്ന് പൗലോസ്ലീഹ പറയാം. എങ്ങനെ എപ്പോഴും സന്തോഷിക്കുന്നത്? താഴ്ന്ന നിലയിൽ ജീവിക്കാൻ നമ്മൾ പഠിക്കണം. എന്നിട്ട് വീണ്ടും പറയാം, സമൃദ്ധിയിൽ ജീവിക്കാനും ഏത് സാഹചര്യത്തിൽ കഴിയാനും എനിക്ക് പരിശീലനം ലഭിച്ചിട്ടുണ്ട്. അതെ, സുഭിക്ഷത്തിലും ദുർഭിക്ഷത്തിലും സമൃദ്ധിയിലും ദാരിദ്ര്യത്തിലും എല്ലാം എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. താഴ്ന്ന നിലയിൽ ജീവിക്കാൻ നമ്മൾ പഠിക്കണം. സുഭിക്ഷത്തിലും ദുർഭിക്ഷത്തിലും സമൃദ്ധിയിലും ദാരിദ്ര്യത്തിലും എല്ലാം എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന്. സഹോദരൻ, നമ്മൾ സമ്പത്ത് അങ്ങോട്ട് നഷ്ടപ്പെട്ടു പോകുമ്പോൾ, ഒരു സഹോദരൻ ഈ ദിവസങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. ആ സഹോദരന് കോടിക്കണക്കിന് രൂപയുടെ കടം വന്ന് ആ സഹോദരൻ വലിയ വേദനയിലാണ്. ഷെയർ മാർക്കറ്റിൻ്റെയും അങ്ങനെയുള്ള മേഖലയിലും പണം നിക്ഷേപിച്ചതിൻ്റെ ഫലമായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു തകർച്ച ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ്. സമാധാനം മുഴുവൻ നഷ്ടപ്പെട്ടു, സ്വസ്ഥത നഷ്ടപ്പെട്ടു, ഹൃദയത്തിൽ ഒരു സമാധാനവും ഇല്ല. സഹോദരങ്ങളെ, ഇവനെങ്ങനെയാണ് സന്തോഷിക്കാൻ പറ്റുക? ഈ മനുഷ്യനെ എങ്ങനെ സന്തോഷിക്കാൻ പറ്റുമോ? കർത്താവിൽ എല്ലായ്പ്പോഴും സന്തോഷിക്കുമെന്ന് പറയുന്ന ഈ വചനം നടക്കുമോ? ഇവൻ ചെയ്യേണ്ടത് എന്താണ്? ഈ സഹോദരൻ ചെയ്യേണ്ടത് എന്താണ്? സഹോദരങ്ങളെ, ഇവൻ ചെയ്യേണ്ട കാര്യം ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു. തിരുവചനം പറയുന്നത് ഇങ്ങനെയാണ്: നിനക്ക് സമാധാനം വേണോ? എല്ലാ പ്രാർത്ഥനകളും അപേക്ഷകളും കൃതജ്ഞതാസ്തോത്രങ്ങളോടുകൂടെ യാചനയായി ക്രിസ്തുവിൻ്റെ പക്കലേക്ക്, പിതാവിൻ്റെ പക്കലേക്ക്, പരിശുദ്ധാത്മാവിൻ്റെ പക്കലേക്ക് നീ ഉയർത്തിക്കൊള്ളൂ. വിശ്വാസത്തോടെ ഉയർത്തിക്കൊള്ളൂ. നന്ദി പറഞ്ഞുകൊണ്ട്. കർത്താവേ, നന്ദി പറയുന്നു. പറയാൻ അത്ര എളുപ്പമൊന്നുമല്ല. നമുക്ക് ഭയങ്കര ഒരു ടെൻഷനും വലിയൊരു ബുദ്ധിമുട്ടും നമുക്ക് അനുഭവപ്പെടും. എങ്കിലും കർത്താവിനോട് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മളത് ചെയ്യുമ്പോൾ എല്ലാ ധാരണകളെയും അതിശയിപ്പിക്കുന്ന കർത്താവിൻ്റെ സമാധാനം നിങ്ങളുടെ ഇടയിൽ വരും. എപ്പോഴും ഞാനൊരു കാര്യം നോട്ട് ചെയ്തിട്ടുണ്ട്. ഫിലിപ്പിയർക്കുള്ള ലേഖനം 2-ാമത്തെ അധ്യായത്തിൽ പറയുകയാണ്, എൻ്റെ സന്തോഷം നിങ്ങൾ പൂർണ്ണമാക്കുവിൻ എന്ന് പറഞ്ഞിട്ട് പൗലോസ്ലീഹ പറയാം. എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ എന്ന് പറഞ്ഞിട്ട് പറയാം, മാത്സര്യമോ വ്യർത്ഥാഭിമാനമോ മൂലം നിങ്ങൾ ഒന്നും ചെയ്യരുത്, മറിച്ച് ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതണം. നമ്മുടെ ജീവിതത്തിൽ മാത്സര്യം വ്യർത്ഥാഭിമാനം ഉണ്ടെങ്കിൽ സഹോദരനെ, നമ്മൾ താഴ്ന്ന നിലയിൽ ജീവിക്കാനോ ഒന്ന് തോറ്റു കൊടുക്കാനോ ഒന്ന് വിട്ടുകൊടുക്കാനോ വലിയ ബുദ്ധിമുട്ട് നമുക്ക് അനുഭവപ്പെടും. ടെൻഷനാണ്, സ്ട്രെസ്സാണ്. എനിക്കറിയാം, ഒരിക്കൽ ഒരു സഹോദരൻ പറഞ്ഞത്, അയാളുടെ സാന്നിധ്യം വരുമ്പോൾ തന്നെ അച്ചോ എനിക്ക് സ്ട്രെസ്സാണ്, എനിക്ക് ടെൻഷനാണ്. കാരണം എൻ്റെ മനസ്സിൽ ഭയങ്കര മാത്സര്യം. എന്നേക്കാൾ അയാൾ നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ, എന്നെ അയാൾ ചവിട്ടി താഴ്ത്തുന്നുണ്ടല്ലോ, അങ്ങനെയുള്ള ചിന്തകളൊക്കെ എൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് വരികയാണ് അച്ചോ. ആരോട് കേട്ടിട്ടെങ്കിൽ സമാധാനം പോവും, എൻ്റെ സ്വസ്ഥത പോവും. ഈ മനുഷ്യൻ പറയാം, നോക്കിയാൽ മാത്സര്യമോ വ്യർത്ഥാഭിമാനം മൂലം നിങ്ങളൊന്നും ചെയ്യരുത്. പിന്നെ എന്താ ചെയ്യേണ്ടത്? മറ്റുള്ളവരെ നമ്മളെക്കാൾ ശ്രേഷ്ഠരായി കരുതണം. അങ്ങനെയാണെങ്കിൽ സന്തോഷത്തിൻ്റെ 2-ാമത്തെ വഴി പൗലോസ്ലീഹ പറഞ്ഞ പോലെ സുഭിക്ഷത്തിലും ദുർഭിക്ഷത്തിലും സമൃദ്ധിയിലും ദാരിദ്ര്യത്തിലും എങ്ങനെ ജീവിക്കണം നമുക്കറിയാം. നമ്മളെക്കാൾ ശ്രേഷ്ഠരായി മറ്റുള്ളവരെ കരുതണം. വീണ്ടും പറയാം, ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറിച്ച് മറ്റുള്ളവരുടെ താല്പര്യം കൂടി പരിഗണിക്കണം. നമ്മൾ നമ്മുടെ താല്പര്യം മാത്രം നോക്കി ജീവിക്കുന്നവരാണെങ്കിൽ ഈ സമാധാനം സന്തോഷം നമുക്ക് കിട്ടില്ല. ഉറപ്പ്, 100% ഉറപ്പ്. യേശു ക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. അപ്പോൾ ക്രിസ്തുവിൻ്റെ മനോഭാവം എന്താണ്? ക്രിസ്തുവിൻ്റെ മനോഭാവം സ്വന്തം താല്പര്യം നോക്കലല്ല, മറിച്ച് മറ്റുള്ളവരുടെ താല്പര്യം നോക്കലാണ്.
അപ്പോൾ നമുക്ക് ആനന്ദത്തിനൊരു വഴി, വീട്ടിൽ സമാധാനമില്ല, സന്തോഷമില്ല എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ആദ്യം നോക്കേണ്ടത് നമ്മൾ നമ്മുടെ ഉള്ളിലേക്കാണ്. ഞാൻ മറ്റുള്ളവരുടെ താല്പര്യം പരിഗണിക്കുന്നുണ്ടോ? എൻ്റെ ഭാര്യയുടെ താല്പര്യം പരിഗണിക്കുന്നുണ്ടോ? എൻ്റെ ഭർത്താവിൻ്റെ താല്പര്യം പരിഗണിക്കുന്നുണ്ടോ? എൻ്റെ കുട്ടികളുടെ, എൻ്റെ മക്കളുടെ താല്പര്യം പരിഗണിക്കുന്നുണ്ടോ? ഒരു ഇടവകകാരി മറ്റ് സഹോദരങ്ങളുടെ താല്പര്യം പരിഗണിക്കുന്നുണ്ടോ? അത് സ്വന്തം താല്പര്യം മാത്രം നോക്കിയിട്ടാണ് ജീവിക്കുന്നത്. സമാധാനം ഉണ്ടാവില്ല, സമാധാനം ഉണ്ടാവില്ല. താഴ്ന്ന നിലയിൽ ജീവിക്കാൻ നമ്മൾ പഠിക്കണം. അതുകൊണ്ട് കർത്താവ് ആ ശ്രേഷ്ഠൻ പറഞ്ഞതനുസരിച്ച് ആ സന്യാസി, വൃദ്ധനായ സന്യാസിയാണെങ്കിലും അവിടെ നടുവിലോട് നിർത്തിയത് ഒരു സമാധാനത്തിൽ ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഒരു താഴ്മ ഉണ്ടാകണം, ഒരു താഴ്മയുണ്ടാകണം. താഴ്മയുണ്ടെങ്കിലേ സമാധാനം ഉണ്ടാവുകയുള്ളൂ. അമ്മ ത്രേസ്യയ്ക്ക് കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തു. അമ്മ ത്രേസ്യയോട് പറഞ്ഞു, ഞാൻ നിന്നോട് കോൺവെൻറ്റ് സ്ഥാപിക്കണം എന്ന് പറഞ്ഞത് കോൺവെൻറ്റ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടല്ല മോളെ, മറിച്ച് നീ അധികാരികളുടെ മുമ്പിൽ എളിമയോടെ താഴ്മയോടെ നിന്ന് അതിലും ഞാനുണ്ട് നിൻ്റെ കൂടെ എന്ന് നീ വിശ്വസിച്ച് ആനന്ദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നോട് അങ്ങനെ പറഞ്ഞത് എന്ന് വെളിപ്പെടുത്തി കൊടുക്കുക. ഫൗസ്തീനയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തതുപോലെ കർത്താവ് ഒരു കാര്യം ഫൗസ്തീനോട് ആവശ്യപ്പെടുക. എന്നിട്ട് പറഞ്ഞു, മദറിൻ്റെ അടുത്ത് നീ പോയി ചോദിക്കുക. മദറിൻ്റെ അടുത്ത് പോയി ഫൗസ്തീന ചോദിക്കുകയാണ്. ഫൗസ്തീനയ്ക്ക് അറിയാം ഈ കാര്യം നടക്കില്ല, പിന്നെ കർത്താവ് പറഞ്ഞ കാരണം, ഈശോ പറഞ്ഞ കാരണം ചെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഫൗസ്തീനയുടെ മദർ പറഞ്ഞു, നടക്കില്ല എന്ന് പറഞ്ഞ് ചെല്ല് എന്ന് പറഞ്ഞിട്ട് ഫൗസ്തീനയെ വിടുകയാണ്. ഫൗസ്തീന ഒന്ന് ഈശോയോട് ചോദിക്കുക, ഈശോയെ എന്ത് പരിപാടി നീ കാണിച്ചത്? എന്നെ നീ പറഞ്ഞിട്ട് ഞാൻ ഈ മദറിൻ്റെ അടുത്ത് പോയി ചോദിച്ചത്. നടക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. നടന്നിട്ടല്ല കാര്യങ്ങൾ സന്തോഷങ്ങൾ ഉണ്ടാവണം സഹോദരങ്ങളെ, നടന്നുകൊണ്ടല്ല, എളിമപ്പെട്ടുകൊണ്ടാണ്. ഞാൻ മാത്സര്യം മൂലം നിങ്ങൾ ഒന്നും ചെയ്യരുത്. താഴ്ന്ന നിലയിൽ ജീവിക്കാൻ നമ്മൾ പഠിക്കണം. മറ്റുള്ളവരുടെ താല്പര്യം നമ്മൾ പരിഗണിക്കണം, കുറച്ച് താഴണം എന്ന് ഈശോ നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഇന്ന് സന്തോഷത്തിൻ്റെ കുറുക്ക് വഴി ഈശോ നമുക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ്. അപേക്ഷകളിലൂടെ യാചനകൾ കൃതജ്ഞതാ സ്തോത്രങ്ങളോട് ചേർത്ത് ദൈവത്തിൻ്റെ പക്കലേക്ക് ഉയർത്തുക. രണ്ടാമതായി താഴ്ന്ന നിലയിൽ ജീവിക്കാൻ പഠിക്കുക. താഴ്ന്ന നിലയിൽ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ, താല്പര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട്, അവരെ പരിഗണിച്ചുകൊണ്ട് താഴ്ന്ന നിലയിൽ ജീവിക്കാനായി നമ്മൾ പഠിക്കേണ്ടത് സന്തോഷത്തിനുള്ള കുറുക്കുവഴിയാണ് സഹോദരങ്ങളെ. ക്രിസ്തു ഇങ്ങനെയായിരുന്നു. നമുക്ക് ഈശോയെ പോലെ ആകാം. വേറെ ആരുടെ പോലും നമ്മളായിട്ട് കാര്യമില്ല. ഈശോയെ പോലെ ആകാം. ഒന്ന് താഴാം, ഒന്ന് വിട്ടുകൊടുക്കാം. ഈശോ നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കും. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, എല്ലായ്പ്പോഴും സന്തോഷിക്കുമെന്ന് ഞാൻ ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങളുടെ ജീവിതം ബുദ്ധിമുട്ടാണ്, വലിയ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നുണ്ട്. ചില ദിവസങ്ങളിൽ ഒരു സന്തോഷമില്ലാത്ത ദിവസങ്ങൾ തോന്നിയിട്ടുണ്ട്. ചില ആളുകൾ എന്നോട് പെരുമാറുന്നത് കണ്ടിട്ട് വിഷമിച്ചിട്ടുണ്ട്, ബുദ്ധിമുട്ടിയിട്ടുണ്ട്. കർത്താവേ, ജീവിതം ബുദ്ധിമുട്ടാണെന്ന് ഞങ്ങൾക്കറിയാം. എങ്കിലും ആ സമയങ്ങളിൽ എല്ലാ ധാരണകളെയും അതിശയിപ്പിക്കുന്ന സമാധാനം നീ തരും. നിൻ്റെ വചനം അത് ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു. അതിനായി ശക്തമായി പ്രാർത്ഥിക്കാൻ, പേഴ്സണൽ പ്രയർ നടത്താൻ, ഒറ്റയ്ക്ക് കർത്താവിൻ്റെ അടുത്ത് പോയി ഇരിക്കാൻ ഞങ്ങളെ സഹായിക്കണേ. അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ താല്പര്യം പരിഗണിക്കുന്ന താഴ്ന്ന നിലയിൽ ജീവിക്കാൻ പരിശീലനം നേടി മുന്നോട്ട് പോകാനും കർത്താവിനെ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മ വഴിയായി ഞങ്ങളെ സഹായിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.